Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു Minnuz കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ കയ്യിൽ ബ്രെഡും അതേപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട നല്ലൊരു കിട്ടില്ല സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈ സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ റെസിപ്പിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ആയിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള അതായത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കനത്തിലൊന്നും അരിയരുത്. അതിൻ്റെ കൂടെ തന്നെ 2 മീഡിയം സൈസുള്ള ക്യാരറ്റും അതേപോലെ തന്നെ കുറച്ച് ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളവും അതേപോലെ തന്നെ ഉള്ളിലുള്ള ആ സീഡൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ക്യാബേജ് അതേപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവും അതേപോലെ തന്നെ ടേസ്റ്റും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് ചൂട് കയറാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇതിങ്ങ് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് എല്ലാ പച്ചക്കറിയും ഒന്ന് വാടി വന്നാൽ മാത്രം മതിയോ. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിലാക്കി നന്നായിട്ടൊന്ന് ചൂട് കയറുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂട് കയറി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ പച്ചക്കറിയിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കാശ്മീരി റെഡ് ചില്ലിയാണ്, അതൊരു 1/4 ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഗരം മസാലയുടെ ഒക്കെ കൂടെ തന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ചധികം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാകുന്നത്. ബാക്കി പൊടികൾ കുറച്ചെടുത്താലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒന്ന് തട്ടിപ്പൊത്തി ആ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നമുക്കൊന്ന് 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതായി മീഡിയത്തിൽ ഒരു 2-3 മിനിറ്റൊക്കെ കിടന്നപ്പോഴേക്കും നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി ഒന്നും കൂടി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റ് തരുന്നത് നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർക്കുമ്പോഴാട്ടോ. അത് നമ്മുടെ ഈ ടൊമാറ്റോ സോസും കൂടി ചേർക്കുമ്പോൾ ഒരുപാട് എരിവൊന്നുമില്ലാതെ നല്ലൊരു മധുരത്തിൽ തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ചില്ലി സോസൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, ചെറിയൊരു എരിവൊക്കെ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചൂട് കയറി വരട്ടെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന സോസും അതേപോലെ തന്നെ പൊടികളും വെജിറ്റബിൾസും ഒക്കെയും കൂടി ഒന്ന് മിക്സായി ശരിക്കും നല്ലൊരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ആ വലിയ ചൂടാറിക്കഴിയുമ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആണെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ആറി വരട്ടെ. അപ്പോൾ നമ്മുടെ മസാലയുടെ ആ തീ ചൂടൊക്കെ നാറി വരുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം എടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ 4 സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ ഈ സൈഡൊന്നും നമുക്ക് ആവശ്യമില്ല, സൈഡൊക്കെ മാറ്റിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഒന്ന് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് നമുക്ക് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡൊക്കെ മിക്സർ ജാറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും, നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാവും. അങ്ങനെ 8 ബ്രെഡും നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചപ്പാത്തി കോൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനാണ്. ഇപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള കനമുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കനമില്ലാതെ തീരെ നേർമയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി കോൽ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കുവാണ്. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ ബ്രെഡും നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ബ്രെഡൊക്കെ ഇങ്ങനെ പരത്തിയെടുത്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഇങ്ങ് പുറത്തേക്ക് പോരും. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെ ചൂടൊക്കെ വലിയ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബൗളിലേക്ക് നമ്മുടെ ഈ മസാല അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമ്മുടെ ഈ മസാലയിലേക്ക് ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ മയോണൈസാണ്. നമ്മുടെ മയോണൈസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നതിൻ്റെ ടേസ്റ്റും കൂടി ഒക്കെ ചെല്ലുമ്പോണ്ടല്ലോ നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വെറുതെ ഇരുന്ന് ഈ മസാല മാത്രം കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെയാണ് ഇതിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി നമുക്ക് ചെറിയൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും അതേപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ചേർക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഒന്ന് മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ശരിക്കും ഒരു മാവിൻ്റെ രൂപത്തിൽ നമുക്കിതങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത്, കുറച്ച് നോക്കിയിട്ട് വേണം ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ഒരു അപ്പത്തിൻ്റെയും അതേപോലെ തന്നെ ദോശയുടെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ല, കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ബാക്കി വന്ന ബ്രെഡിൻ്റെ സൈഡ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതേപോലെ തന്നെ കോട്ട് ചെയ്യാനുള്ള മാവും നമ്മുടെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സ്നാക്സ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ നടുവിലേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം മസാല ചേർക്കാനായിട്ട്. ഒരുപാട് മസാല ആദ്യമേ വെക്കരുത്. ഇനി നമ്മുടെ സൈഡ് ഒന്ന് ഒട്ടിക്കാനായിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോട്ടിങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് ഇതേപോലെ സൈഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടായി പോകണ്ട, കാരണം നന്നായിട്ടൊന്ന് ഒട്ടി വരാനുള്ള ആ ഒരു പരുവം അത് മതി. അതിനുശേഷം നമ്മൾ വേറൊരു പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് 4 സൈഡും ഇതേപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അവിടെയാണ് ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങ് വിട്ടൊന്നും പോരാതെ നമ്മുടെ മസാലയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, 4 സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ആ മസാല വെക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. ബ്രെഡിൻ്റെ വലിപ്പം നോക്കിയിട്ട് വേണം നമ്മുടെ മസാല വെച്ച് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ നമ്മുടെ മൈദയുടെ മാവും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലേക്കും ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ട് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മുടെ ഈ മാവിൽ അങ്ങ് വെക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ ഒന്ന് മുക്കി അപ്പം തന്നെ ഇതിങ്ങ് എടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തോളണം. അപ്പോൾ ഒരുപാട് നേരം മാവിൽ വെക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബ്രെഡും നമുക്ക് ഇതേപോലെ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിലങ്ങ് മുക്കി നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് ബ്രെഡ് കൊണ്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കൂടാതെ മുകളിലെ ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ ഉള്ളിൽ ആ മസാലയൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മുടെ കോട്ടിങ്ങൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇതേപോലെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം വേണം നമ്മുടെ ഈ സ്നാക്സ് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് നിന്നിട്ട് വേണം, ഒട്ടും തന്നെ കരിയാതെ വേണം 2 വശം മറിച്ചിട്ട് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു വശമൊക്കെ നന്നായിട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ട് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 വശം അങ്ങ് റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലേ, കറക്റ്റ് ഒരു ഷേപ്പിലൊക്കെ. ഇപ്പോൾ വലിയ ബ്രെഡാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയൊക്കെ ചേർത്തതിന് ശേഷം നമുക്കത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അത്ര വലുതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റ പീസായിട്ട് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെഡും മസാലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ സ്നാക്സാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ കാണുമ്പോൾ തന്നെയാണെങ്കിലും നമുക്കറിയാൻ പറ്റും എന്തുമാത്രം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിലും എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ. നമ്മുടെ ഈ സ്നാക്സിൻ്റെ മേലിലുള്ള ബ്രെഡിൻ്റെ കോട്ടിങ്ങും അതേപോലെ തന്നെ ഉള്ളിലുള്ള വെജിറ്റബിൾ സോസിൻ്റെ ഒക്കെ മിക്സും കൂടി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ രണ്ടും കൂടി കടിക്കുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ. കൂടെ തന്നെ ഒരു ചൂട് പാൽച്ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ ആണെങ്കിൽ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.